ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇന്നത്തെ. ഇത് വയലറ്റ് എക്സോറ എന്നൊക്കെ ഇനി പ്ലാന്റ് പേരുണ്ട്. ഇത് തെറ്റിപ്പൂവിൻ്റെ അതേ ഇതാണ്. കുറേ ദിവസം നിൽക്കും, നിറയെ ഫ്ലവറുമാണ്, നല്ല ഭംഗിയാണ്. ഇത് ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ ഈ മഞ്ഞ് സമയമാകുമ്പോഴാണ് ഇതിന് കൊല കുത്തി ഫ്ലവർ ഉണ്ടാവുന്നത്. നിറയെ ഫ്ലവർ തെറ്റിപ്പൂവണൊക്കെ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതാണ്. ഫ്ലവറായി ഇങ്ങനെ വിരിഞ്ഞ് വിടർന്നുകൊണ്ടേയിരിക്കുന്നു. മുട്ട ഇങ്ങനെ നീണ്ട് വന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നിറയെ വിടർന്നുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റോഡ് സൈഡുകളിലൊക്കെ ഒരു കെയറിങ്ങും ഇല്ലാതെ ഇത് പൂത്തുറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൂത്തെളിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആരും ഒന്ന് കൊതിച്ചു പോകും. ഇതൊരെണ്ണം കിട്ടിയെങ്കിൽ ഇന്ന് ആരും ഒന്ന് കൊതിക്കും. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇത്. ഇതിൻ്റെ ഒരു കട്ടിങ് മതി നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ. കൂട്ടുകാർക്ക് എവിടെന്നെങ്കിലും ഒരു കട്ടിങ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് എവിടെന്നെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് കുത്തി വെച്ചാൽ മതി, അത് പിടിച്ച് വരും. ഒരു കാരണവശാലും ചട്ടിയിൽ വയ്ക്കല്ലേ. ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ള. ചട്ടിയിൽ വയ്ക്കല്ലേ. തറയിലാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിക്ക് നിറയെ ഇങ്ങനെയല്ല, നിറയെ ഫ്ലവർ വരും. അതാണ് നല്ലതേ. പിന്നെ ഇതിന് വെയിലും വേണം. തീരെ വെയിൽ കിട്ടാതിരുന്നാൽ ഇത് അത്രയ്ക്ക് ഫ്ലവർ വരില്ല. ഇല മാത്രം തഴച്ച് വളർന്നങ്ങ് പോകും. അപ്പോൾ ഇതിന് നല്ല വെയിലുള്ള ഭാഗത്ത്, നല്ല ഓവറായിട്ടല്ല, ഒരു മീഡിയം വെയിലുള്ളിടത്തോട്ട് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കണേ. പിന്നെ ഈ പ്ലാന്റിൻ്റെ കട്ടിങ് മാത്രമല്ല, നമുക്കിതിലൊരു ഇടയ്ക്കൊരു സീഡും കൂടെ ഈ പ്ലാന്റിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇത് കണ്ട, ഇത് സീഡാണ്. ഇതിങ്ങനെ ഉണങ്ങി വരും. പഴുത്ത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ പൊട്ടിച്ച് ഇട്ടാൽ നല്ല തൈയായിട്ട് പിടിച്ച് കിട്ടും. അങ്ങനെയും നമുക്ക് എടുക്കാമേ, അങ്ങനെയും കിട്ടും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാവൂ. എല്ലാത്തിലും അങ്ങ് സീഡ് വരില്ല, 2 or 3 ഒക്കെ ഇങ്ങനെ വരുള്ളൂ. ഇത്രയും ഫ്ലവർ ഉണ്ടെങ്കിലും അങ്ങ് പൊഴിഞ്ഞു പോയി. ഇതിലൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് അതിൻ്റെ സീഡ്. പിന്നെ ഇതിന് വലിയ പരിചരണം ഒന്നും വേണ്ട. ഇതിന് ഒരു വളവും കൊടുത്തില്ലെങ്കിലും ആ ഫ്ലവർ ഇടുന്ന സമയമാകുമ്പോൾ ഇത് നിറയെ പൂത്തോളും. പിന്നെ അല്പം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ നമ്മളെ കയ്യിൽ മറ്റുള്ള ചെടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും വളം ഇതിനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നിറയെ ഫ്ലവർ കിട്ടും ഈ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റിന്. പിന്നെ വെള്ളം വല്ലപ്പോഴും കൊടുത്താൽ, തറയിലാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചട്ടിയിലൊക്കെ നട്ട് വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ദിവസം ഒരു നേരമൊക്കെ ഇതിന് വെള്ളം കൊടുക്കണം. പിന്നെ ഇതിന് വേറെ പുഴുശല്യമോ കീടബാധ അങ്ങനെ ഒരു ഇതുമില്ലാത്തൊരു പ്ലാന്റാണേ. നല്ല ഇതായിട്ട് ആർക്കും ഒരു ശല്യമില്ലാത്ത നല്ല. പിന്നെ ഒന്ന് താഴെയൊക്കെ നിലത്തൊക്കെ നിൽക്കും, നല്ല പടർന്നങ്ങ് വരും. അപ്പോൾ ഒന്ന് വെട്ടി ഒതുക്കി ഒന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ നിൽക്കും. ഫ്ലവറായി എത്ര ദൂരം നിന്നാലും ആരെയും ആകർഷിക്കുന്ന ഒരു ഭംഗിയാണ് ഇത് കളറ്. നല്ല നമ്മളെ കുറിഞ്ഞിപ്പൂ പൂത്ത കണക്ക് അതേ കണക്കൊക്കെ ഉള്ള ഒരു കളറ്. നല്ല ഭംഗിയല്ലേ. കൂട്ടുകാർക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഓക്കേ.